അച്ചാറിടാൻ പോകുന്നത് കുടംപുളി അച്ചാറാണ്. കുടംപുളി നുറുക്കി അരിഞ്ഞ് ഉപ്പ് തേച്ച് വെച്ചതാണ്. പിന്നെ മഴക്കാലമാകുമ്പോൾ നമുക്ക് ഉണക്കാനും കുടംപുളി പാടാണ്. പിന്നെ കറുത്ത് പോയാൽ ചിലർ കറിയിലിടില്ല. ഉപ്പിലിട്ട് വെച്ചിട്ട് 1 വർഷം ഉപയോഗിക്കാം അച്ചാറായിട്ട്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസാണ്: ചീനമുളക്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇഞ്ചി, വെളുത്തുള്ളി, കടുക് പൊടിച്ചത്, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കടുക്, ഉലുവ പൊടിച്ചത്, മുളകും പൊടി, 2 മുളകും പൊടിയും കൂടി ഉള്ളതാണ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇനി എണ്ണയിലാണ് ഇടുന്നത്. ചീനമുളക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പച്ചമുളകായാലും മതി കേട്ടോ. ഞങ്ങൾ അച്ചാർ പൊടി യൂസ് ചെയ്യാറേ ഇല്ല, വീട്ടിൽ കൊണ്ടല്ലേ ഇല്ല. ഞങ്ങൾ തന്നെ അച്ചാർ പൊടി റെഡിയാക്കലാണ്. കായം, ഇഞ്ചി, കടുകൊക്കെ പൊടിച്ച്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കെമിക്കലായിട്ട് ഒന്നും അതിലില്ല. സുർക്ക മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി നല്ല ഒന്ന് മൂക്കണം. കറിവേപ്പിൻ്റെലൊക്കെ 1 വർഷം വരെ ഒരു കേടുമില്ലാതിരിക്കും. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. മുളക് പൊടി ഒന്ന് വറുക്കുക. കാശ്മീരി മുളകും സാദാ മുളകും പൊടിയും. ഉപ്പ് കുറച്ചെടുത്തിട്ടുള്ളൂ. ഉപ്പ് തേച്ച് വെച്ചുകൊണ്ടാണ് ഉപ്പ് കുറച്ച് ഉപയോഗിക്കുന്നത്. മുളകും പൊടി മൂത്താലൊരു കുത്തുന്ന ചുവ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുളകും പൊടി ആദ്യം എണ്ണയിട്ട് മൂപ്പിക്കുന്നത്. കടുക് പൊടി, ഉലുവപ്പൊടി, ഉപ്പ്. ഉപ്പ് കായപ്പൊടിയാണ് കേട്ടോ. ചാറ് നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ ചീനമുളക് ഇട്ട് ചെയ്തോണ്ട് മുളകും പൊടി കുറവാക്കിക്കണം. നമുക്ക് വേണമെങ്കിൽ മുളകും പൊടി ഇടാം. എരിവുള്ള മുളകാണ്. കുടംപുളി ഇട്ടിട്ടാ. കുറച്ചൊരു മുളകും പൊടി കുറവാണ്.
അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ചിട്ട്, പിന്നെ വെള്ളത്തിൻ്റെ മഴക്കാലമല്ലേ, വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. കൊഴുപ്പ് കൂടിയവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും രക്തശുദ്ധിക്കൊക്കെ കുടംപുളി നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാം.